പൈസനെ സംബന്ധിച്ച് ദ ഹാർഡസ്റ്റ് പാർട്ട് ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് റിച്ച്, ഇറ്റ്സ് സ്റ്റേയിങ് റിച്ച്. ഉള്ള പൈസ സസ്റ്റെയിൻ ചെയ്ത് വെക്കലാണ് ഏറ്റവും പണി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ, ആൻഡ് ദിസ് ചാപ്റ്റർ 456 ഓഫ് ദ സൈക്കോളജി ഓഫ് മണി, വിച്ച് ഇസ് കോമ്പൗണ്ടിങ്, ഗെറ്റിംഗ് വെൽത്തി, സ്റ്റേയിങ് വെൽത്തി, ടെയിൽസ്, യു എൻ. സോ ചാപ്റ്റർ 4, കോമ്പൗണ്ടിങ്. കോമ്പൗണ്ടിങ് നമ്മൾ ആറ്റോമിക് ഹാബിറ്റ്സിൻ്റെ ബുക്കിൽ നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. സ്മോൾ ആക്ഷൻസ് കൺസിസ്റ്റൻ്റ്ലി ഗിവ്സ് യു ക്രേസി റിസൾട്ട്. അതായത് നിങ്ങളുടെ ചെറിയ ആക്ഷൻസ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഡെയിലി ഫോർ എ ലോങ് ടൈം ചെയ്യുകയാണെങ്കിൽ മാസീവ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് നല്ലൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു മാവ് നടുമ്പോൾ ഈ ഡെയിലി വെള്ളം ഒഴിക്കലും അതിന് നോക്കലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബട്ട് വൺസ് ഒരു 20-30 ഇയേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം മാങ്ങയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ലൈക്ക് ക്രേസി റിസൾട്ട്സ് ആണ് നോക്കുക. ഇവിടെ ചെയ്തേക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ ചെയ്തേക്കുന്ന കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ വാറൻ ബഫറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കിങ് എന്നറിയപ്പെടുന്ന ഒരാളാണ്. മൂപ്പര് ഈ ലെവലിലേക്ക് എത്താൻ സ്കിൽസ് മാത്രമായിരുന്നില്ല, കോമ്പൗണ്ടിങ് അതിൽ വലിയൊരു റോളായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ മൂപ്പര് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മൂപ്പറ 10ാമത്തെ വയസ്സിട്ടാണ്. ഇപ്പം മൂപ്പറ 90s 95 ഇയേഴ്സ് ആണ് എൻ്റെ വിശ്വാസം. സോ മൂപ്പര് റിച്ച് പൈസ ശരിക്കും മൂപ്പർക്ക് കിട്ടി തുടങ്ങിയത് 65ാമത്തെ വയസ്സിലാണ്. അതായത് 55 വർഷം കഴിഞ്ഞിട്ട് 55 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് മൂപ്പര് ആ ലെവലിൽ ഇപ്പം നിൽക്കുന്നത്. ചാപ്റ്റർ 5, ഗെറ്റിംഗ് വെൽത്തി, സ്റ്റേയിങ് വെൽത്തി. അതായത് പൈസ ഉണ്ടാക്കണേക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയ പൈസ ദൂർത്തടിച്ച് പാപ്പരാവാതിരിക്കുന്നുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലോട്ടറി അടിച്ച ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ സത്യം പറഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ റിച്ച് ലുക്ക് മാത്രമാവും, ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, അടിച്ച് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ ഈ ഗെറ്റിംഗ് റിച്ച്, പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബോൾഡ്നെസ്, കറേജ്, ധൈര്യം, റിസ്ക് ടേക്കിംഗ്, ഇതൊക്കെയാണ് പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. വെറാസ് സ്റ്റേയിങ് വെൽത്തി, ഉണ്ടാക്കിയ പൈസ സസ്റ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഹംബിൾനെസ്, ഓവർ സ്പെൻഡ് ചെയ്യാത്ത ടൈപ്പ്, ആസ് ഇൻ മെറ്റീരിയലിസ്റ്റിക് ആവാത്ത ഒരാളായിരിക്കണം, പ്ലസ് സർവൈവൽ മൈൻഡ് സെറ്റ്. ഇതൊക്കെയാണ് ഉണ്ടാക്കിയ പൈസ കീപ്പ് ചെയ്യാൻ, സസ്റ്റെയിൻ ചെയ്യാൻ ഒരാൾക്ക് ഉണ്ടാവേണ്ട 6 ടെയിൽസ്, യു എൻ. ഈ കോൺസെപ്റ്റ് സത്യം പറഞ്ഞാൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. പ്ലസ് ഇയാൾ അറിഞ്ഞിട്ട് ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യാനും ബെയർ ചെയ്യാനും തയ്യാറാണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങാം. സംഭവം ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ മെജോറിറ്റി ശ്രമങ്ങൾ ഫെയിലാവും. അതായത് 10ൽ 8 വട്ടം യു വിൽ ഫെയിൽ. പക്ഷേ ആ 2 വട്ടം മതി എനിക്ക് 8 തവണ ലോസ് എല്ലാം കവർ ചെയ്യാൻ, പ്ലസ് എക്സ്ട്രാ വേറെ. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ആ കറണ്ട് സ്ട്രഗ്ലിങ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ. എൻ്റെ പേഴ്സണൽ ലൈഫിനെ ഇപ്പോൾ പറയണേ, എൻ്റെ 4 വട്ടം ഫെയിലായി ഊട്ടി. ഇത് ഇപ്പം 5ാമത്തെ റണ്ണിങ് ആണ്, 6ാമത്തെയാണ് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പടച്ചവനൊരു വഴികാട്ടി തരും ഇൻഷാ അല്ലാഹ്. സോ അതാണ് സംഭവം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോൺ തുടക്കത്തിൽ ഏതൊക്കെയാണ്? ഫയർ ഫോൺസ്, ഓപ്ഷൻസ്, ട്രാവൽ സൈറ്റ്സ്, ഇതെല്ലാം ഫെയിലായി. പക്ഷേ ആമസോൺ എന്ന് പറഞ്ഞാൽ ആ വെബ്സൈറ്റ്, ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം $1 ട്രില്യൺ അതുകൊണ്ട് ഉണ്ടാക്കിയത്. അത്രയും ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട് ഈ ഒരൊറ്റ സക്സസ് ചെയ്താൽ $1 ട്രില്യൺ ഉണ്ടാക്കിയത്. അത് മതി. പിന്നെ ഈ യൂട്യൂബിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്, വ്യൂസൊക്കെ കുഴപ്പമില്ല കയറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഒരൊറ്റ വീഡിയോ മതി, ഒരൊറ്റ വൈറൽ വീഡിയോ മതി മൊത്തം മാറി മറിക്കാൻ. അതാണ് കൺസിസ്റ്റൻസി, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ ഈ നമ്മൾ പറഞ്ഞ പോലെ ഈ സക്സസിൻ്റെ ചാൻസസ് ഒക്കെ ഇത്ര റെയറാണ്. അതായത് 10ൽ 2 വട്ടം മാത്രമേ നമുക്ക് ചാൻസസ് ഉള്ളൂ എങ്കിൽ അങ്ങനെ എന്തിനാണ് ഇത് കഷ്ടപ്പെട്ട് ഇതാകണം, സേഫായിട്ട് വല്ല പണിക്കും പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും.
പക്ഷേ നമ്മുടെ അടുത്ത പ്രൈസ് മണിയല്ല, ഇറ്റ്സ് ദ ബ്ലഡി ഫ്രീഡം. അതിനാണ് ഈ പോരാട്ടം എല്ലാം. സോ അതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പറയണം, അബൌട്ട് ഫ്രീഡം. സോ അൺടിൽ ദെൻ ഐ എം ബിൽഡിംഗ് സംതിങ് ബിഗർ. സ്റ്റിക്ക് അറൗണ്ട്. അസ്സലാമു അലൈക്കും.